சின்னமணி குயிலே மெல்ல வரும் மயிலே சின்னமணி குயிலே மெல்ல வரும் மயிலே எங்கே ஓஞ்சோடி நான் போறேன் தேடி இங்கே ஓஞ்சோடி இல்லாம கேட்டாக்கா பதில் சொல்லாம குக்கூ எனக்கு அதேனடி கண்மணி கண்மணி பதில் சொல்லு நீ சின்னமணி குயிலே மெல்ல வரும் மயிலே நில்லாத வைகையில நீராட போகையில சொல்லாத செய்கையில நிஜாட செய்கையில கல்லாகி போனேன் நானும் கண் பார்த்த ஆளாவே கை சேரும் காலம் வந்தா தோளோடு தோளாவே உள்ளகன ததடி ராகம் பாடி நாளும் தேடி நீ அடிக்கடி அணை கண்ணும் கண்மணி கண்மணி பதில் சொல்லு நீ சின்னமணி குயிலே மெல்ல வரும் மயிலே எங்கே ஓஞ்சோடி நான் போறேன் தேடி இங்கே உஞ்சோடி இல்லாம கேட்டாக்கா பதில் சொல்லாம குக்கூ எனக்கு வரேனடி கண்மணி கண்மணி பதில் சொல்லு நீ பட்டு துணியுடுத்தி உச்சி மூடி தீருத்தி தொட்டு காடி எடுத்து எட்டி நடந்த புள்ள உன் சேல காத்திலாட என் நெஞ்சும் சேர்ந்தாட உன் கூந்தல் வாசம் பார்த்து என்னும் கூத்தாட மாறாப்பு சேலையில நூல போல நான் இருக்க நான் சாமிய வேண்டுற கண்மணி கண்மணி பதில் சொல்லு நீ சின்னமணி குயிலே மெல்ல வரும் மயிலே எங்கே ஓஞ்சோடி நான் போறேன் தேடி இங்கே உஞ்சோடி இல்லாம கேட்டாக்கா பதில் சொல்லாம குக்கூ எனக்கு வரேனடி கண்மணி கண்மணி பதில் சொல்லு நீ அடி தன்னனா தன்னனா தானனா தன்னனா தன்னனா വെരി ഗുഡ് സഞ്ജയ് യെസ് തകർത്തല്ലോടാ സൂപ്പറായിരുന്നു ചോദിക്കാം നമുക്ക് MG സർ യെസ് മക്കളെ സാറേ ഫ്രഞ്ചി ഫ്രഞ്ചിയടാ അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നിന്റെ ആ എന്താണ് ഒരു നിപ്പും പാട്ടും പിന്നെ അതിന്റെ ഒരു ടെമ്പോ ആ മെയിൻറ്റെയിൻ ചെയ്തു
അത് ആ ചിന്നമണിക്കുയിലേ എന്നുള്ള പാട്ടിൻ്റെ ആ ടെമ്പോ ഉണ്ടല്ലോ, സ്ഥലത്ത് പോയിട്ടുണ്ട്, അത് വേറെ, അത് പോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അത് പോണ്ടേ, പോകണ്ട എന്നാലും പോട്ടെ കുറച്ചൊക്കെ പോണം. അങ്ങനെയൊക്കെ പോയാലല്ലേ ഒരു ലൈവ് ഫീല് വരൂ. അതൊക്കെ സാരമില്ല, പിന്നെ അത് ശരിയായിക്കൊണ്ടാൽ മതി. ഇത്രയും പാടാമെങ്കിൽ ആ പോയ സ്ഥലവും മക്കൾക്ക് പാടാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിരുന്നു. പിന്നെ 2-3 ചോദ്യങ്ങൾ. ഈ കുക്കു 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 ഇതിന്റെ സൃഷ്ടാവ് ആരാണ്? പാട്ട് രാജാ സാറാണ് ചെയ്തത്. കുക്കു കുക്കു ഇവിടെ രാജാ സാർ തന്നെയാണ് ഈ കുക്കു എന്നുള്ള ഒരു പ്രയോഗം കൊണ്ടുവന്നത്, കുക്കു കുക്കു എന്ന്. പിന്നെ അതെല്ലാരും എടുത്തു വെച്ച് ഈ കുക്കു എന്റെ പാട്ടിൽ വരെ ഉണ്ട്. ഒരു വല്ലം പൊന്നും പൂ കരിനീല ചാന്തും അങ്ങനെ ഉള്ള ഒരു പാട്ടിനകത്തുണ്ട്. പിന്നെ വേറെ ഉണ്ടല്ലോ കുക്കുള്ള കണ്ടമാനം പാട്ടുകളിൽ. പിന്നെ രാജാ സാർ കുക്കു ചോളിക്കെ പീച്ച്, അങ്ങനെ ഒത്തിരി പാട്ടുകളിൽ കൊണ്ടുവന്നു. എന്തായാലും നല്ല ഓളമുണ്ടായിരുന്നു. ഓർക്കസ്ട്ര സൂപ്പർ, നല്ല രസമായിരുന്നു, അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. സഞ്ജയ് സാറേ നല്ല ഉഗ്രം പാട്ട് സഞ്ജയ്. നല്ല എന്താ പറയണ്ടേ, ഒരു നല്ല ഗുമ്മുള്ള ഒരു പാട്ട് രാജാ സാറിന്റെ. നല്ല പാട്ടുകളുണ്ട് ഇതിൽ കേട്ടോ, ഇനിയും ഉണ്ട്. ഉൻ പാർവയിൽ 1000 കേട്ടുണ്ടോ പാട്ടൊക്കെ? എന്തൊരു ഉഗ്രം പാട്ടാണ്. നിതമു മുന്നൈ நினைக்கிறேன் நினைவினாலே அணைக்கிறேன் உன் பார்வையில் 1000 കവിതകൾ നന്നായിട്ട് പാടി. എനിക്ക് ആ സെക്കൻഡ് ഇതില്ലേ ചിന്നമണിക്കുയിലെ അത് എങ്കേ ഉൻ ജോഡി, അതൊന്ന് പാടാമോ? എങ്കേ ഉൻ ജോഡി ആ ഞാൻ പോരേ തേടി, ഞാൻ പോറേൻ തേടി, പോറേൻ തേടി, நான் போறேன் தேடி, இங்கே உன் ஜோடி இல்லாம கேட்டாக்கா பதிலும் சொல்ல, பதிலும் சொல்ல, பதிலும் சொல்லாம சொல்லாம குக்கு என கூவதே நடி கூவதே நடி കൂവതേനടി കൺമണി കൺമണി. അത്രേ ഉള്ളൂ മോനെ കേട്ടോ. അത് ബാക്കിയുള്ള ഈ ലിറിക്ക് ഒന്ന് നോക്കിക്കോളൂ. എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. പക്ഷെ ആ പേക്കൂത്തിന്റെ ഒരു ചെറിയ ശ്രമം ഒന്ന് തുടങ്ങിയായിരുന്നു ഇടയ്ക്ക്, അല്ലേ? പിന്നെ വേണ്ടാന്ന് വെച്ചു. അല്ല അനങ്ങാൻ നിൽക്കണ്ടല്ലോ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി. അതൊക്കെ വേണം. കൂടുതൽ ചാടി പാട്ടുകളായിരുന്നു. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. ഓറഞ്ച് ഷർട്ട് ഇട്ട സഞ്ജയ് മാം സുന്ദരമായിട്ട് പാടി. ഈ പാട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പാട്ട് രാജാ സാർ, വീണ്ടും വീണ്ടും പ്രണാമം. എന്തൊരു മനോഹരമായ പാട്ട്. ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് ഞാൻ അലയടിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലത്തെ നിറയെ പാട്ടുകൾ സാർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിതം ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ പാട്ടുകൾ. കൺമണി ഞാളും പുരിഞ്ചിരിച്ച് നാളും പുരിഞ്ചിരിച്ച് കൺമണി കൺമണി ഊരെ തെരിഞ്ചിക്കിട്ട് ഉലകം പുരിഞ്ചിക്കിട്ട് കൺമണി കൺമണി ഞാനും പുരിഞ്ചിരിച്ച് നാളും പുരിഞ്ചിരിച്ച് കൺമണി കൺമണി പച്ച കുഴന്തയിന്ന് പാലൂട്ടി വളർത്ത പാല കുടിച്ചിട്ടിട്ട് പാമ്പായ കുട്ടിലടി தெரிஞ்சுக்கிட்டே உலகம் புரிஞ்சுக்கிட்டே கண்மணி கண்மணி ஞானம் பொறந்திருச்சு நாளும் புரிஞ்சிருச்சு கண்மணி கண்மணி. ഇതിന്റെ വരികളും എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. ശരിക്കും ലൈഫിലുള്ള ഫിലോസഫിയാണ് ഈ ഒരു പാട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതും രാജാ സാറിന്റെ ഇത്തരത്തിലെ പാട്ടുകൾ കേട്ട് കേട്ട് നമ്മൾ അതിലിങ്ങനെ ലൂപ്ഡായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. മോനെ ഇന്നത്തെ ഈ പെർഫോമൻസ് ശരത് സാറും MG സാറും പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചത്. എനിക്ക് ഈ പാട്ടിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പാടി ഈ പാട്ടിൻ്റെ ഒരു ലൂപ്പുണ്ട്. ഇതിൽ സാറിൻ്റെ തന്നെ കുറേ ടൈപ്പ് പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ട് കേട്ട് ഓർത്ത് പോകും. അപ്പോൾ താങ്ക് യു ഇങ്ങനൊരു സോങ് സെലക്ഷൻ, ബിക്കോസ് വണ്ടർഫുൾ. പിന്നെ മോനസ്സലായിട്ട് പാടുകയും ചെയ്തു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സർ. സഞ്ജയ് സാറേ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു.
സഞ്ജയനോടാണോ സാർ? പിന്നെ പിന്നെ പാറു അല്ലല്ലോ പാടിയത്, സഞ്ജയ് അല്ലേ? ഓ സാറിന് നമ്മളൊന്നും ഇഷ്ടമല്ല. അങ്ങനെ എനിക്ക് ഒരു കാര്യം ചെയ്യാം. ആ പാറുവിന് 0.2, ആ സഞ്ജയ്ക്ക് 9. 9.2. ഓക്കെ ശരത് സാർ. ഓക്കെ ചേച്ചി. പാറുവിന് വീണ്ടും ഒരു 0.2, ആ സഞ്ജയ്ക്ക് ഒരു 9. താങ്ക് യു മാം. 9.2. ഓക്കെ സോ ടോട്ടൽ 18.4. അതിൽ 0.4 എന്റെ മാർക്കാ മോനെ. കൺഗ്രാറ്റ്സ്. കഴിച്ചോ നീ, കുഴപ്പമില്ല, ജീവിച്ചു വെക്കോ. ബൈ. താങ്ക് യു. Ni pa maga